ആലപ്പുഴ കായലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കം നമുക്ക് കാണാം. ഞാൻ ദേ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മാമ്മ ഇന്ത്യയിലേക്ക് അമ്മാമ്മ അരിഞ്ഞുകൊണ്ടിരുന്ന ഉള്ളിപ്പാത്രം തന്നേച്ച് പറഞ്ഞു അമ്മാമ്മക്ക് വീട് വരെ ഒന്ന് പോകണം, അപ്പോൾ വീട്ടിൽ പോയിട്ട് വരാം. അപ്പോഴത്തേക്കും അമ്മാമ്മ വരുന്നവരെ ആ ഒരു ടൈമിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി തൊലിയൊക്കെ പൊളിച്ച് വെച്ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ക്യാമും എടുത്തിട്ട് വന്ന് ഉള്ളിയുടെ തൊലി പൊളിക്കായിരുന്നു. ഞാനങ്ങനെ പണിയെടുക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല, എങ്കിലും ഈ വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പരിപാടി എനിക്കിഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാനങ്ങ് ഉള്ളിത്തൊലി കളയാൻ വേണ്ടി അങ്ങ് കത്തി എടുത്തിട്ട് അമ്മാമ്മ എനിക്ക് അതിൻ്റെ മേലെ കത്തിയുടെ മേലേലൊരു ഉള്ളി എടുത്ത് വെച്ച് തന്നു. കണ്ണിരിയില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷേ കുഴപ്പമില്ലാത്ത രീതിക്ക് എനിക്ക് നന്നായിട്ട് തന്നെ കണ്ണിരുന്നിട്ടുണ്ട്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി. പിന്നെ ഞാനങ്ങ് എൻ്റെ മുടിയൊക്കെ അങ്ങ് ഒതുക്കി വെച്ച് സുന്ദരിയായിട്ട് അങ്ങ് ചാരി ഇരുന്ന് സമാധാനമായിട്ട് ഇത് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു 3-4 ഉള്ളി പൊളിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും അമ്മാമ്മ വന്നപ്പോൾ തന്നെ ഞാൻ ഉള്ളിപ്പാത്രവും കത്തിയും എല്ലാം കൂടെ എടുത്ത് അമ്മാമ്മയുടെ കൈ കൊടുത്തു. ഞാൻ അമ്മാമ്മ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പോൾ തന്നെ നിത്തി ചേച്ചി അവിടെ നിന്ന് പാത്രമൊക്കെ കഴുകി ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പാത്രം കഴുകാനുണ്ടായിരുന്നത്. പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അത് ഷൈനമ്മ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഷൈനമ്മയുടെ മകൻ, എൻ്റെ ചേട്ടൻ. അപ്പോൾ അയാൾ ഗൾഫിൽ പോവുകയാണ് തിരിച്ച് ജോലിക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഷൈനമ്മ അവർക്ക് കാപ്പിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇന്നലത്തെ പോട്ടിക്കറിയുടെ ബാക്കി അവിടെ ഇരിപ്പുണ്ട്. നൈറ്റ് വെച്ച പോട്ടിക്കറിയുടെ അതിൻ്റെ അകത്തുനിന്ന് ഒരു നെയ് കഷ്ണം തന്നെ ഞാൻ നോക്കി അങ്ങനത്തെ കഴിച്ചിട്ട് പോയി. അവിടെ ഇരിക്കുന്നതിൽ ഞാൻ കാണിച്ചു തരാമേ ആരെ പോകുന്നത്. ഷൈനമ്മയുടെ നേരെ നിൽക്കുന്ന വൈറ്റും നീലയും കൂടെ ചേർന്നിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആളോ, നമ്മുടെ ക്യാമിന് നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് കഴിക്കുന്ന ആളാണ് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഞാനും നിധി ചേച്ചിയും കൂടി ഇരുന്ന് ക്യാബേജ് അങ്ങ് അരിഞ്ഞുകൊണ്ടിരിക്കുക. പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ടിരുന്ന് ഞങ്ങൾ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അയാൾ എനിക്ക് പറഞ്ഞൊക്കെ തരുന്നുണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ പണിയൊന്നും എടുക്കത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ അയാൾ വന്നിങ്ങനെ എനിക്ക് കാണിച്ചു തരുന്നുള്ളൂ. അത് അങ്ങനെ പിടിക്കണം, ഇങ്ങനെ അരിയണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അയാളുടെ ഹസ്ബൻഡ് വന്നിട്ട് നോക്കിച്ചും പോയി. വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു പോയി. പക്ഷേ ഞാൻ അയാൾ എടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം, വഴി കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ക്യാബേജ് അങ്ങ് അരിഞ്ഞുകൊണ്ടിരിക്കുക. ഈ പാട്ടും കേട്ട് ഒരു ജോലി ചെയ്യാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചേക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്ന എന്തെങ്കിലും ചെയ്യുക. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് കേട്ടുകൊണ്ടങ്ങ് ഇരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ്. ഞാൻ പാട്ട് കേട്ടുകൊണ്ട് അങ്ങ് ഇരുന്ന് ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പറഞ്ഞു തരുക കേട്ടോ, അതങ്ങനെ അരിയണം, ഇങ്ങനെ അരിയണം എന്നൊക്കെ. അയാൾക്ക് ഇടത്തേക്കായി എന്നത് ഫ്രണ്ട് ക്യാം വെച്ചേക്കുന്നതുകൊണ്ട് അയാൾക്ക് വലത്തേക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അയാളാണ് ഇടത്തേക്കായി അരിയുന്നത്, ഞാൻ വലത്തേക്കായി അരിയുന്നത്. ഫ്രണ്ട് ക്യാം ആയതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. ഞങ്ങൾ അരിയുന്ന അനുസരിച്ച് ക്യാബേജ് തീരുന്നുണ്ട്. ക്യാബേജ് അല്ല, ക്യാരറ്റ്. അയാളുടെ ഹസ്ബൻഡാണിത്. അയാൾ വന്നിരുന്ന് ആവശ്യത്തിന് പിറക്കി കഴിക്കണുണ്ട്. എന്താ ലൈസാമ ഷൈന നോക്കൂ, ഇത്രയും ഞാൻ ഒറ്റക്ക് ഞാൻ അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നൊയിമ്പ് തുടങ്ങുമല്ലേ. ഇപ്പം അമ്മാമ്മ പള്ളിലൊക്കെ പോയിട്ട് നെറ്റിക്ക് കുരിശൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് അവിടെ നിന്നുകൊണ്ട് ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി ഇഞ്ചിയൊക്കെ ഇട്ട് അതിൻ്റെ ഗ്രേവി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞ ഇതിൻ്റെ വീഡിയോ ഫുൾ എടുക്കണമെന്ന് വെച്ചതാണ്, പക്ഷേ മറന്നുപോയി. ഞാൻ ഇറക്കി വന്നപ്പോൾ അമ്മ പകുതിയായി. പിന്നെ ഞാൻ അതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. എല്ലാത്തിൻ്റെ ഇച്ചിരി ഞാൻ എടുത്തിട്ടുള്ളൂ. ഷൈനമ്മ ഇവിടെ ആയുധമൊക്കെ എടുത്തിട്ടുള്ള പണിയിലാണ്. തേങ്ങ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മാമ അടുത്തുനിന്ന് കയറി വന്നപ്പോഴേക്കും അയാൾ വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ആരോ വന്നപ്പോൾ, ഗസ്റ്റ് വന്നപ്പോൾ കലക്കി വെച്ചതിൻ്റെ ബാക്കി വെള്ളം ടാങ്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു ഗ്ലാസ് എടുത്തൊന്ന് കുടിച്ചു. അമ്മാമ്മക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പാവം കഷ്ടപ്പെട്ട് കുട എടുത്തോണ്ട് വന്നപ്പോ അവിടെ നിന്നോളൂ ഫുള്ള്. കുറച്ചുകൂടെ കഴിയുമ്പോ ഞാനിപ്പോ ഓടിപ്പോകുന്നത്.
ചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ നിധി ചേച്ചി അവിടെ തേങ്ങ ചിരവുക, ഷൈനമ്മ വേറെ എന്തോ ജോലി ചെയ്യുന്ന, അമ്മാമ്മ അവിടെ ഇറച്ചിക്കറി വെക്കുന്നതുകൊണ്ട് വേറെ ആരും ഫ്രീ അല്ലാഞ്ഞത് കൊണ്ട് മാത്രം എന്നോട് വെള്ളം കലക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വന്ന് കുറച്ച് വെള്ളം 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ട വെള്ളം എടുത്ത് വെള്ളം ഒഴിച്ച് പിന്നെ സ്പൂൺ തപ്പി കിടക്കുമായിരുന്നു. ഞാനങ്ങനെ അടുക്കളയിലൊന്നും കയറാത്ത ആളായതുകൊണ്ട് അത്രയും വലിയ തവി വേണ്ട, ഒരു ചെറിയ സ്പൂൺ മതി എന്ന് പറഞ്ഞ് ഓടിച്ചിട്ടോ. അപ്പോൾ ഞാൻ പോയി ചെറിയ സ്പൂൺ തപ്പി, എന്നിട്ട് ഒരു മീഡിയം സൈസാണ് നോക്കിയെടുത്തത്. പിന്നെ ഞാൻ പോയി എന്തിനാ വെള്ളം കലക്കാനല്ലേ എന്ന് വെച്ച് ചെറിയ സ്പൂൺ മാത്രം എടുത്തേക്കും തോന്നി. പിന്നെ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടാങ്കൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മാമ്മതേ ഇറച്ചിക്കറി വെച്ചതിന് ശേഷം ഇറച്ചി വെച്ച് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇറച്ചി വെച്ച് കഴിഞ്ഞിട്ട് അമ്മാമ്മ അവിടെ കപ്പ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് ഈ കാണുന്നത്. എന്തോ കറി എന്താന്ന് കാണിക്കുക. ബാക്കിയൊക്കെ കറിയൊക്കെ തീർത്ത് വെച്ചേക്കണേ ലീസാമ്മ. ഷൈനമ്മ നോക്കൂ, പറയൂ, ഷൈനമ്മയുടെ സങ്കടം പറയൂ. നാളെ അടച്ചും ഇടിച്ചും നടക്കാം. തിന്നടാ പോടാ പട്ടി എന്നൊക്കെ വിളിക്കാം. ആരെ വിളിക്കുന്നേ? ഞാൻ മന്നോലിക്കാം. ഞങ്ങൾ 11 മണി 12 മണി വരെ രാത്രി കത്താഴം ഉണ്ടാകാം ഇവന്മാർ വരാൻ വേണ്ടി. മമ്മി കറിയിട്ട് കൂട്ടണം.